കലസ്ഥാനമാകാൻ ഇനി ഒരു രാത്രി മാത്രം ബാക്കി. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി 63ാമത് സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയിലെത്തി, കലവറയും സജ്ജമായി. അങ്ങനെ നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതോടുകൂടി തലസ്ഥാന നഗരി കലയുമായി ബന്ധപ്പെടും വിവരങ്ങളാണ് ഷീജ നൽകുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേണ്ടി അക്ഷരാർത്ഥത്തിൽ അനന്തപുരി സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകം തന്നെ നിരവധി പേരാണ് ഈ കലോത്സവ നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ ഒരു രാത്രിയുടെ മാത്രം കാത്തിരിപ്പാണ് ഇനി അകലെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്നിപ്പോൾ സ്വർണ്ണക്കപ്പ് ഇവിടെ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ, അതായത് MT നില എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന പ്രധാന വേദിയിലേക്ക് സ്വർണ്ണക്കപ്പ് അത് എത്തിച്ചേർന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം. അത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തിന്റെ ജില്ലാ അതിർത്തിയിൽ എത്തിയത്. വലിയ സ്വീകരണം തന്നെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ, വിവിധ സ്കൂളുകളിലെ സ്വീകരണത്തിന് ശേഷം ഇന്ന് 7 മണിയോട് ഏകദേശം 7:45 ഇവിടെ പ്രധാന വേദിയിലേക്ക് എത്തിച്ചേർന്നത്. ഇനിയിപ്പോൾ നാളെ രാവിലെ കൃത്യം 9 മണിക്ക് ഇവിടെ പ്രധാന വേദിയിൽ എനിക്ക് പിന്നിലായി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള കൊടിമരത്തിൽ, അതായത് വീണയുടെ രൂപത്തിലുള്ള കൊടിമരമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഈ കൊടിമരത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതായിരിക്കും. അതിന് തൊട്ടു പിന്നാലെ 10 മണിയോടുകൂടി തന്നെ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഉടൻ തന്നെ 25 വേദികളിലായി കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഇതിൽ 25 വേദികളിലായി 249 ഇനം മത്സരങ്ങളാണ് നടക്കുന്നത്. എല്ലാ മത്സരങ്ങളും കൃത്യം ഈ ഉദ്ഘാടനത്തിന് ശേഷം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മത്സരാർത്ഥികളൊക്കെ തന്നെ തലസ്ഥാനത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് കുട്ടികളുടെ ആദ്യ സംഘം ഇവിടെ തലസ്ഥാനത്തേക്ക് എത്തിയത്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള താമസ സൗകര്യം, അതോടൊപ്പം തന്നെ അവർക്ക് നാളെ മുതൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് പോകാനുള്ള വാഹന സൗകര്യം, ഇതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഈ 25 വേദികൾക്കും പ്രത്യേകമായി തന്നെ നദികളുടെ പേരാണ് നൽകിയിട്ടുള്ളത്. പ്രധാന വേദിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, 2024 അവസാനത്തോടു കൂടിയാണ് MT വാസുദേവൻ നായർ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ പേര്, അതായത് MT നിള എന്നുള്ളൊരു പേരാണ് പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിന് നൽകിയിട്ടുള്ളത്. ഈ രീതിയിൽ ഉള്ള നടപടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നു. ഏതായാലും എല്ലാ രീതിയിലും തലസ്ഥാനം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, അത് കലവറയെക്കുറിച്ചാണ്. കലവറയും പൂർണ്ണതോതിൽ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പാലുകാച്ചൽ നടന്നത്. അവിടെ കലവറയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് 25ാം വർഷമാണ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടേത് ഇത്തവണത്തേത് എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഏതായാലും ഇത്തവണ വൈവിധ്യമാർന്ന പായസങ്ങളായിരിക്കും കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്നത് എന്നുള്ളതാണ് പഴയിടവും വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ കലവറ പൂർണ്ണതോതിൽ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓരോ ദിവസവും വൈവിധ്യമാർന്ന തരത്തിൽ വിഭവങ്ങൾ ഉൾപ്പെടുത്തി ആ രീതിയിലായിരിക്കും കുട്ടികൾക്ക് സദ്യ ഒരുക്കുക എന്നുകൂടി പഴയിടം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ മത്സരത്തിന് വേണ്ടി വേദികൾ, അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണപ്പുര, ഒപ്പം തന്നെ താമസത്തിന് വേണ്ടി സ്കൂളുകൾ എല്ലാം പൂർണ്ണതോതിൽ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു രാത്രിയുടെ കാത്തിരിപ്പിനപ്പുറത്തേക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ കലസ്ഥാനമായി മാറുകയാണ്. ആ കാഴ്ചകളാണ് നാളെ രാവിലെ മുതൽ ഇനിയിപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാ പ്രതിഭകളെയും വരവേൽക്കാൻ തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. വിവരങ്ങളാണ് ഷീജ നൽകിയത്.